കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഭൂമി വിട്ടു നൽകേണ്ട ഒരു കുടുംബം ഇന്ന് ജപ്തി ഭീഷണിയിലാണ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് മട്ടന്നൂർ കാനാട് സ്വദേശി നസീറയ്ക്ക് ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചത്. ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിനാൽ സ്ഥലം വിൽക്കാൻ കഴിയില്ല. ഏറ്റെടുക്കാനുള്ള നടപടി പൂർത്തിയാക്കാത്തതിനാൽ നഷ്ടപരിഹാരവുമില്ല. നമുക്ക് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. ഒക്ടോബറിലെ ഡേറ്റാ പറഞ്ഞവർ ജപ്തിയായിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ വിൽക്കാനും പറ്റൂല, അങ്ങനെ വാങ്ങാനൊന്നും ഉണ്ടാവും ചെയ്യില്ല. എയർപോർട്ടിൻ്റെ ഇതായതുകൊണ്ട് 5 ലക്ഷം ലോൺ എടുത്തിന്, ഇപ്പോൾ 8 ലക്ഷം അങ്ങനെ ആയിന്. അടക്കാനുള്ള അവസ്ഥയൊന്നുമില്ല. ഗുളിക വരെ മേടിക്കാൻ പൈസയില്ല. ആ ഘട്ടത്തിലുള്ള ലോൺ എടുത്തിന് 5 ലക്ഷം. അതിപ്പോൾ കയറി വിഷം കയറുന്നവരെ കയറുന്നു. അതടക്കാൻ നിവർത്തിയില്ല. സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, എടുക്കാൻ ആളില്ല. സ്ഥലം വിറ്റണമെങ്കിൽ എല്ലാം സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമല്ലോ. കാരണം വെച്ചാൽ അങ്ങനെ സ്ഥലം ഉണ്ട്, ഇവിടെ ഒരു 20 സെൻറ്റ് സ്ഥലം. എന്നാൽ അത് കഴിഞ്ഞ് കൊടുക്കാം, ഇത് ജീവിക്കാമല്ല. അത് കൊടുക്കാൻ അതെടുക്കാൻ ആളില്ല. കാരണം എയർപോർട്ടും ഉണ്ട്, ഇത് ഏറ്റെടുത്തല്ല അവരെല്ലാ കണക്കും കാര്യം എല്ലാ ലിസ്റ്റും എല്ലാ അളവും എല്ലാ മണ്ണാങ്കട്ടയും ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പൈസ പാസ്സാക്കി ചെയ്യേണ്ടെന്ന് പറയുന്നു. പൈസ ഇത്ര വില കിട്ടില്ല, ഇത്ര വില തരുമെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിങ്ങൾ വേണ്ടെങ്കിൽ എടുക്കണ്ട, ഒഴിവായിക്കളാം, അതിനും ഇത്രയില്ല. ഇരുന്നുണ്ട്. ഒരുപാട് പട്ടിണി പാവങ്ങൾ ഇന്ന് വളരെ തീച്ചൂളിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് രാത്രിയാവും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ജപ്തി നോട്ടീസ്, മറ്റൊരു ഭാഗത്ത് പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനും കടങ്ങൾ വീടാനും ഉള്ള ആ ഒരു അവസ്ഥ തീർക്കുന്നതിന് വേണ്ടി സ്ഥലമോ വീടോ വിൽപ്പന നടത്താൻ പറ്റുന്നില്ല. ഒന്നിക്ക് ഗവൺമെൻറ് അത് ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് പറയാം വിൽപ്പന നടത്തിയിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന വഴികൾ കണ്ടെത്താം. അതല്ല എങ്കിൽ ഈ സ്ഥലം ഏറ്റെടുക്കുന്നവരെയും ഗവൺമെൻറ് ഈ ബാങ്കുകാർക്ക് ഒരു ഇത് കൊടുക്കുക, സ്റ്റേ കൊടുക്കുക. അതായത് ഇവരുടെ ഈ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ ഇവരെ ഉപദ്രവിക്കാതിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഭാഗത്ത് ഇവരെ പിടിച്ച് കെട്ടിയിടുക, മറുഭാഗത്ത് ബാങ്കുകാർ ക്രൂശിക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാവങ്ങളെ പേടിപ്പിക്കുക. ഞങ്ങൾ ജപ്തി ചെയ്യുവേ, നിങ്ങൾ ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇവർ ഇരന്നുണ്ട് ഉണ്ടാക്കിയിട്ട് ബാങ്കിന് വന്നിട്ട് അടക്കട്ടെ എന്നുള്ള ആ ഒരു വിചിത്രമായിട്ടുള്ള ഒരു രീതിയാണ് ബാങ്കുകാർ ചെയ്യുന്നത്. അല്ലാതെ വിൽപ്പന നടത്തിയിട്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബാങ്കുകാർക്കും അറിയാം, അതിന് പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. വിവരങ്ങളുമായി ഫെലിക്സ് ചേർന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവർക്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഇവർക്ക് ഇത് വലിയൊരു ക്രൂരതയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ അത് 4000 മീറ്റർ ആക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ 4000 മീറ്റർ ആക്കണമെങ്കിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കണം. അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാൻ 2017 തീരുമാനിക്കുന്നത്. 2018 വിജ്ഞാപനം ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയതോടുകൂടി തന്നെ അവിടെയുള്ള ഒരു 200 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് അവരുടെ സ്ഥലം വിൽക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അവിടെ ഉള്ളവർക്കുണ്ട്. അതായത് വീട് അറ്റകുറ്റപ്പണി പോലും നടത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇതുവരെ സർക്കാർ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ നടപടി പൂർത്തിയാക്കിയിട്ടില്ല. നഷ്ടപരിഹാരം എത്രയെന്ന് പറഞ്ഞിട്ടില്ല. ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ ഈ നസീറ എന്ന യുവതി വീട്ടമ്മ അവർ ലോൺ എടുത്തതാണ്. സ്ഥലവും വീടും വായ്പ നൽകി ലോൺ എടുത്തതാണ്. പക്ഷേ ഈട് നൽകി ലോൺ എടുത്തതാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വായ്പ തിരിച്ചടയ്ക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അവർക്കൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം വിൽക്കണം. പക്ഷെ വിൽക്കാൻ കഴിയില്ല. കാരണം ഇത് വിജ്ഞാപനം ചെയ്ത്, അതായത് വിമാനത്താവളത്തിന് ഏറ്റെടുക്കാനായി വിജ്ഞാപനം ചെയ്ത ഭൂമിയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് ആ സ്ത്രീ ഉള്ളത്. അപ്പോൾ വീട് ജപ്തി ചെയ്യുമെന്ന നോട്ടീസാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത്. ഒക്ടോബറിൽ ജപ്തി ചെയ്യും. അപ്പോൾ ഇവരൊരു അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഇതാണ്: ഒന്നെങ്കിൽ ഈ സ്ഥലം വിൽക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ഈ ബാങ്കിനോട് സർക്കാർ തന്നെ പറയണം ഈ ഭൂമി വിജ്ഞാപനം ചെയ്ത ഭൂമിയാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭൂമിയാണ്, അതുകൊണ്ട് ഈ റിക്കവറി അല്ലെങ്കിൽ ജപ്തി നടപടികൾ ഒഴിവാക്കണം എന്നൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബാങ്കിനോട് ഉണ്ടാകണം. അല്ലാത്ത പക്ഷം തങ്ങൾ എന്ത് ചെയ്യുമെന്ന നിസ്സഹായ അവസ്ഥയിലാണ് അവിടെയുള്ള ആളുകൾ ഉള്ളത്. കാരണം ഈ ഭൂമി ഒന്നും ചെയ്യാൻ കഴിയില്ല, അവിടെ ഒരു കൃഷി ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു തെങ്ങ് നട്ടാൽ അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലം ഒരു പക്ഷേ ഏറ്റെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇത് വിൽക്കാനാണെങ്കിൽ സർക്കാർ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഒരു അറ്റകുറ്റപ്പണി നടത്താൻ അനുവദിക്കില്ല. സർക്കാരാണെങ്കിൽ ഇത് ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയോ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബാധ്യതയാണ്. 942 കോടി രൂപ വേണം ഈ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ. അത്രയും പണം ഒരുപക്ഷെ സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാകാം ഈ നടപടി വൈകുന്നത്. പക്ഷേ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ
വലിയ ദുരിതത്തിലാണുള്ളത്. തീർച്ചയായിട്ടും അതൊരു വലിയ ദുരിതം തന്നെയാണ്. ഫെലിക്സ് ആണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.